നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പി.വി. അൻവറും C.K. ജാനുവും UDF-ൽ. വിഷ്ണുപുരം ചന്ദ്രശേഖരനും UDF-ന്റെ ഭാഗമാകും. ജനുവരിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങും. ജനുവരി 15 മുതൽ ഘടകകക്ഷികളുമായി ചർച്ചകൾ തുടങ്ങാനാണ് തീരുമാനം. ആർ റോഷിപാലും സജോ ദേവസിയും ചേരുന്നു. ആദ്യം ആർ റോഷിപാലിലേക്ക്. റോഷിപാൽ, അങ്ങനെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടക്കുകയായിരുന്നു. ഇതിലിപ്പോൾ പി.വി. അൻവറും C.K. ജാനുവും UDF-ൽ എത്തുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് അല്പം മുമ്പ് കൊച്ചിയിൽ പൂർത്തിയായത്. യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് UDF-ന്റെ അടിത്തറ വിപുലീകരിക്കുക എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമാകാൻ താല്പര്യമറിയിച്ച പി.വി. അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ഒപ്പം C.K. ജാനു, ഒപ്പം കാമരാജ് കോൺഗ്രസ്, ഇങ്ങനെ 3 പാർട്ടികളെയാണ് ഇപ്പോൾ UDF-ൽ ഉൾപ്പെടുത്തുന്ന. അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തി പിന്നീട് അവർ ഘടകകക്ഷിയായി മാറും. അങ്ങനെ മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാൻ അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിർദ്ദേശമാണ്. പാർട്ടിയുമായി അല്ലെങ്കിൽ UDF-ന്റെ ആശയങ്ങളുമായി ഒത്തുപോകാൻ താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളെ, നേതാക്കളെ ഒക്കെ ഒപ്പം ചേർക്കണമെന്ന നിർദ്ദേശം അത് നിറവേറ്റുകയാണ് സംസ്ഥാനത്ത് UDF. ഏതായാലും നേരത്തെ ചേർന്ന കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയാണ് പി.വി. അൻവറിനെ ഒപ്പം C.K. ജാനു അടക്കമുള്ളവരെ UDF-ന്റെ ഭാഗമാക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികൾ അതിന് പച്ചക്കൊടി കാണിച്ചു ഒടുവിൽ UDF-ന്റെ ഭാഗമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 15 മുതൽ തന്നെ UDF സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടും. മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ, നേരത്തെ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം ജനുവരി 15 മുതൽ ചർച്ചകൾ തുടങ്ങും. അതിൽ ആദ്യഘട്ട ചർച്ചയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായാണ്. അതിനിടയിൽ തന്നെ മുന്നണി വിപുലീകരണത്തിന്റെ നീക്കം മറുഭാഗത്ത് നടക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടക്കം UDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാക്കും. അതിനിടയിൽ ഏതായാലും ജനുവരി 15 തുടങ്ങുന്ന ചർച്ചകൾ അത് മാസാവസാനത്തോടെ പൂർത്തിയാക്കി ഫെബ്രുവരി മാസം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസും UDF-ഉം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇനി UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ഇങ്ങനെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. റോഷിപാൽ, സസൂക്ഷ്മമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ്. അതിൽ എത്രയും വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയല്ലേ ഇങ്ങനെയുള്ള തീരുമാനത്തിലൂടെ ഈ തീരുമാനമടക്കം ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണ്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിന്റെ തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തി സ്ഥാനാർത്ഥികളെ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറങ്ങി പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് UDF-ന്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ UDF-ന് നീക്കങ്ങൾ പ്രധാനമാകുന്നതും അവിടെയാണ്. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം 89 മണ്ഡലങ്ങളിലാണ്. അത് 100 മണ്ഡലങ്ങൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും ഇനി UDF-ന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. സീറ്റ് വിഭജന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ ലഭിച്ച സീറ്റുകൾ, അതിൽ കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾ ആവശ്യപ്പെടുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അതിനൊപ്പം തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ UDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം 25 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അട്ടിമറിയുടെ ഭാഗമാണോ എന്നതടക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. KPC അധ്യക്ഷൻ ഇത് സംബന്ധിച്ച കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും. UDF നേതൃത്വം ഇത് സംബന്ധിച്ച കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നുണ്ട്. കാരണം 25 ലക്ഷം വോട്ടർമാരാണ്. അത് കൃത്യമാണോ, അത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ എന്നതാണ് പരിശോധിക്കുന്നത്. ഇനി നാളെയാണ് അതിന്റെ പട്ടിക, താൽക്കാലികമായി കരട് പട്ടിക പുറത്തിറക്കുന്നത്. കരട് പട്ടിക പുറത്തിറക്കുമ്പോഴാണ് ഇത്രയും പേർ പുറത്താക്കുന്നത്. അത് ഗൗരവത്തോടെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ബീഹാറിലെ സമാനമായ രീതിയിൽ നീക്കം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം എന്നതാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്തത്. അതിന് ചുമതല നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള നീക്കം നടക്കുന്നത്. രഹസ്യമായ നീക്കങ്ങളായിരിക്കും അതിൽ പ്രധാനമായും കോൺഗ്രസും UDF-ലെ മറ്റ് ഘടകകക്ഷികളും ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയാണ്. മാണി വിഭാഗത്തെ UDF-ലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾ സജീവമാകും. ലീഗും കോൺഗ്രസുമാണ് ഇതിന് മുൻകൈയെടുക്കുക. PJ ജോസഫ് വിഭാഗത്തെ ഇക്കാര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കും. അങ്ങനെ മുന്നണിയുടെ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചു വരാനുള്ള കളമൊരുക്കാൻ തന്നെയാണ് UDF നീക്കം